മെമ്പർ എന്ത് പറ്റി? ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. ഉണ്ണി കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് ഈ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, ഒന്ന് നോക്കി. മാറ്റിച്ചാറി പറഞ്ഞതായിരിക്കും. ആ പാറക്കോരി നമുക്ക് ഉപദ്രവം കേട്ടോ. ഉടനെ പണി തുടങ്ങുമെന്ന് അറിയുന്ന ഉണ്ണി, അതിന്റെ പിറകെയാണ് ഞാനും. കുറച്ച് ദിവസമായി കളക്ടർ ഓഫീസും മറ്റും കയറി ഇറങ്ങുക. അത്ര പെട്ടെന്നൊന്നും ഒരു തുണ്ട് പാറ പോലും അവിടെ നിന്ന് കൊണ്ടുപോകില്ല. നമ്മളെല്ലാം കൂടെ ഉണ്ട് മെമ്പറെ. ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണ്ടേ? മെമ്പറേ, ഞങ്ങൾ മെമ്പറെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. വീട്ടിൽ പോയിരുന്നു. നിങ്ങളെ കണക്കുള്ള വലിയ മുതലാളിമാർ ഈ നാടിനെ നശിപ്പിക്കാൻ നോക്കുമ്പോ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. നശിപ്പിക്കാനോ? മെമ്പറെ, തുറന്ന് സംസാരിക്കാമല്ലോ. നമുക്ക് മെമ്പറും കുറച്ച് നാട്ടുകാരും മാത്രമാണ് നമ്മൾ എതിർത്തത്. നമ്മുടെ കമ്പനി ഇവിടെ തുടങ്ങിയാൽ ഇവിടുത്തെ നാട്ടുകാർക്ക് ദിവസവും ജോലിയും നല്ല ശമ്പളവും കിട്ടും. കൂടാതെ മെമ്പർ ചോദിക്കുന്നത് മെമ്പർക്ക് ഞങ്ങൾ തരും. ഞങ്ങൾ ഇത്രയും പേരുടെ വീടും വസ്തുവും ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയിട്ടിരിക്കുകയാണ്. കോടികളുടെ പ്രോജക്റ്റാണ് ഇവിടെ വരാൻ പോകുന്നത്. അതിനെതിരെയാണ് മെമ്പർ നിൽക്കുന്നത്. മെമ്പർ ഞങ്ങളോടൊപ്പം നിന്നാൽ മെമ്പർക്ക് ഉപയോഗം ഉണ്ടാവും, ഞങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവും. ഒരിക്കലുമില്ല. നിങ്ങളുടെ കോറി ഇവിടെ തുടങ്ങാൻ കഴിഞ്ഞാൽ ഈ നാട് തന്നെ ഇല്ലാതാകും. ഇല്ലേ, നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കിയെന്ന് പറയുന്നു പാവങ്ങളെ പറ്റിക്കാം. പക്ഷെ ഒരു ദിവസം എത്ര ലക്ഷം രൂപയുടെ പാറയാണ് ഇവിടുന്ന് പോകാൻ പോകുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. എനിക്കറിയാം. നിങ്ങളുടെ സ്വാധീനം കൊണ്ട് കുറച്ചു പേർക്ക് പണവും മദ്യവും കൊടുത്ത് വീടും കൊടുത്ത് അവരെ നിങ്ങളുടെ സൈഡിലാക്കി നിങ്ങൾ പറയുന്നത് അവരെ കൊണ്ട് അനുസരിപ്പിക്കുക. അതല്ലേ നിങ്ങളിപ്പോൾ ചെയ്യുന്നത്? ആ ഒരു കാര്യവും പറഞ്ഞ് നിങ്ങൾ എൻ്റെ അടുത്ത് വരില്ല. ദൈവം സഹായിച്ച് എനിക്ക് കഞ്ഞി കുടിക്കാനുള്ള മാർഗം എൻ്റെ അച്ഛനും ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കത് മതി. 10,000 രൂപ പോലും കിട്ടാത്ത ഈ സ്ഥലത്ത് വന്ന് ഞങ്ങൾ ലക്ഷങ്ങൾ മുടക്കിയ വസ്തുവെല്ലാം വാങ്ങിയിട്ടിരിക്കുന്നത് ഈ നാട് നന്നാവണം, ഞങ്ങൾ നന്നാവണം, അതോടൊപ്പം നിങ്ങളും നന്നാവണം. മെമ്പറെ, നമ്മുടെ കമ്പനിക്ക് വേണ്ട സർക്കാർ പേപ്പറുകളെല്ലാം റെഡിയാണ്. അപ്പോൾ മെമ്പർ പോലുള്ളവർ ഇങ്ങനെ എന്നാൽ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. കാരണം മെമ്പർക്കറിയാലോ, ഞങ്ങളുടെ കമ്പനി തുടങ്ങാൻ പോകുന്നത് മെമ്പർ വാർഡിലാണല്ലോ. അതുകൊണ്ട് മെമ്പർ ഞങ്ങളോട് സഹകരിക്കണം. നിങ്ങളുടെ പൈസയും വാങ്ങി നിങ്ങളുടെ കൂടെ കൂടുന്നവർ കാണും. പക്ഷെ ആ കൂട്ടത്തിൽ ഞാൻ കാണില്ല. കാരണം വരും തലമുറയ്ക്ക് ഇവിടെ സുരക്ഷിതമായി ജീവിക്കണം. അവർക്ക് നാളുകളിൽ ശുദ്ധജലം ഇവിടെ ഉണ്ടാവണം. ക്യാൻസർ പോലുള്ള മാറാരോഗങ്ങൾ ഉണ്ടാകരുത്. ഉരുൾപൊട്ടുമെന്ന ഭയമില്ലാതെ കിടന്നുറങ്ങാൻ അവർക്ക് കഴിയണം. പാറയാകുമ്പോൾ പൊട്ടിക്കുമ്പോൾ ശബ്ദവും പൊടിയൊക്കെ ഉണ്ടാവും. പൊട്ടിക്കുന്ന പഞ്ഞിയെന്ന് പറയുന്നത് മെമ്പർക്ക് എത്ര എന്തായാലും കമ്പനി ഞങ്ങൾ ഇവിടെ തരും. അപ്പോൾ മെമ്പറെ മാത്രം കണ്ടില്ല തോന്നരുതല്ലോ. മെമ്പർ ആലോചിച്ച് പറഞ്ഞാൽ മതി. ജിയോളജി, പൊല്യൂഷൻ, പഞ്ചായത്ത്, റവന്യൂ, നിങ്ങൾ എവിടെയെല്ലാം ഇതിനു വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ പ്രതിമാസ വരുമാനമടക്കം സർവ്വരേഖകളും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഇതിന്റെ അടിത്തറ നിങ്ങൾ തോണ്ടില്ല സാർ. അപ്പോൾ ശരി, മെമ്പർക്ക് ഇനി സമയമുണ്ട്. നമുക്ക് കാണാം. വണ്ടിയെടുക്കാം. കാണാം. പ്രസന്റാ എല്ലാരും ഉണ്ടല്ലേ?
എന്താ പ്രശ്നം നിങ്ങൾ എല്ലാവരും കൂടി? തുളസി മെമ്പറെ, ഞങ്ങളിപ്പോ വന്നത് ഒരു പേഴ്സണൽ വിസിറ്റാണ്. എന്താ പ്രശ്നം? എന്താ കാര്യം? നമ്മുടെ കാര്യങ്ങൾ തുറന്നു തന്നെ പറയാം. നമ്മുടെ പഞ്ചായത്തിൽ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന കോറിയെ കുറിച്ചാണ്. അതായത് മെമ്പറുടെ ഭാഗത്ത് നമുക്ക് ഒരുമിച്ച് നിന്ന് അവരുടെ കൂടെ സഹകരിച്ച് പോകൂടെ. നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്കും നമ്മുടെ പഞ്ചായത്തിനും കുറെ പാവപ്പെട്ടവർക്കും അതുകൊണ്ട് ഉപയോഗം ഉണ്ടാകും. നിങ്ങൾ പറയുന്ന വികസനവും ജനങ്ങളുടെ നേട്ടവും നിങ്ങളുടെ നേട്ടവും ഒക്കെ ശരിയാണ്. പക്ഷെ കോറി തുടങ്ങുന്നതിന് വേണ്ടി നിങ്ങളും നിങ്ങളുടെ മുതലാളിയും പണം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സംവിധാനങ്ങളെയും നിങ്ങൾക്ക് സ്വാധീനിക്കാം. പക്ഷേ അതിനൊന്നും ഞാനെതിരല്ല. പക്ഷേ ഞാനൊരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നൂറുകണക്കിന് ജനങ്ങൾ വസിക്കുന്ന നമ്മുടെ ഈ വാർഡിൽ കോറിയുടെ പ്രവർത്തനം തുടങ്ങിയാൽ നാളുകളിൽ അവർക്കുണ്ടാകുന്ന രോഗദുരിതങ്ങൾ, മാറാവ്യാധികൾ, കുടിവെള്ള പ്രശ്നം, കുടിവെള്ള മലിനീകരണം, മണ്ണിടിച്ചിൽ തുടങ്ങിയവ നമ്മുടെ ഈ ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കും. കൊച്ചുകുട്ടികളടക്കം ശ്വാസകോശ രോഗങ്ങളും മറ്റു പല പ്രശ്നങ്ങളും നേരിടേണ്ട ദാരുണമായ സ്ഥിതിയിലേക്ക് നമ്മുടെ വാർഡ് മാറും. ഇതിനെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റും ഈ ഇരിക്കുന്ന നേതാക്കന്മാർ ഉൾപ്പെടെ നാളുകളിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. നമ്മൾ പറയുന്നതൊക്കെ ശരിയാണ്. ഇത്രയും കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് നമ്മുടെ പഞ്ചായത്തിൽ വരുന്നത് നമ്മൾ തട്ടിക്കളയണം. മെമ്പർ തന്നെ അറിയിക്കും. അവർ പറയുന്ന പോലെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. മറിച്ച് നമ്മുടെ പഞ്ചായത്തിൽ മുടങ്ങിക്കിടക്കുന്ന പല പ്രോജക്റ്റുകൾക്കും അവർ പണം മുടക്കും. മെമ്പർ കൂടെ നിൽക്കാമെന്നൊരു വാക്ക്, ആ വാക്കിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. പ്രസിഡന്റ് പറയുന്നതൊക്കെ ശരിയാണ്. സാമ്പത്തികവും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇതിൽ പറയുന്ന പോലെ തോടിന്റെ സൈഡ് കെട്ടും റോഡിന്റെ സൈഡ് കെട്ടും എടുത്ത് അതിൽ കൈയിട്ടാൽ പോരെ. സാമ്പത്തികമാണോ നമുക്ക് പ്രശ്നമെങ്കിൽ ഇതുപോലുള്ള മാഫിയകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള ദോഷവശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അത് മാത്രമേ എനിക്കൊരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളൂ. എന്നാൽ പിന്നെ ഞങ്ങൾ വരുമോ? നാളെ മെമ്പറെ ഓർത്ത് ഞങ്ങൾക്ക് ദുഃഖിക്കാനില്ലാതിരിക്കട്ടെ. എന്നറിഞ്ഞല്ലേ? ഈ മെമ്പർ സ്ഥാനം കൂടെയുള്ള ആളുകളും ഇനി 2 വർഷം കൂടെ കാണും. അതുവരെയുള്ളൂ ഈ മെമ്പർ പദവി. അന്നും നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കണം. ഒന്നവിടെ നിന്നേ. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞേച്ച മുതലാളിയില്ലേ, അയാളോട് എന്ന് പറയണം, ഇതുപോലെ നിന്ന് പ്രതികരിക്കാനും എനിക്കറിയാം. അതാണ്ട് വേണ്ടി വന്നാൽ ഇതുപോലെ നിന്ന് പ്രതികരിക്കാനും എനിക്കറിയാമോ. ആ വിട്ടോ. സാറേ, ഞങ്ങൾ പരമാവധി ശ്രമിച്ചു നോക്കി അയാളെ അടുപ്പിക്കാൻ. അയാൾ ഒരു തരത്തിലും അടുക്കത്തില്ല. നീ എന്താ വഴിയും സാറുകളാണ്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്യണം. നാട്ടുകാരാണ് തട്ടിലാണ്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ നമുക്കും ആദ്യം സ്നേഹത്തിലൊന്ന് തലോടും, പിന്നെ കൂടെ ചേർത്ത് നിർത്താൻ നോക്കും. എന്നിട്ടും തടസ്സമാണെങ്കിൽ തറയിൽ ഇലയിട്ട് കിടക്കും. അവൻ അറിയില്ല ഇത് ഖനനമാണ്, പൊന്നിന്റെ ഖനനം. പ്രവർത്തനം വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, പ്രവർത്തനം വേണ്ടേ വേണ്ട, നമ്മുടെ വാർഡിൽ വേണ്ടേ വേണ്ട. സാറേ, വേണ്ട.
വണ്ടി മാറ്റേ, എനിക്ക് പോകണം. നിങ്ങൾ ആരെന്ന് മെമ്പർക്ക് വഴിയെ മനസ്സിലാവും. മെമ്പർ തൽക്കാലം വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കും. അടിച്ച് കൊള്ളാമന. കൂടെ നീ നിർത്തിക്കണം. വരണ്ട. മെമ്പറെ ഇപ്പോഴെങ്ങനെയുണ്ട്? ഇത് ആരാണ് ചെയ്തതെന്ന് വല്ല അറിവായിട്ടുണ്ടോ? എന്നാലും എൻ്റെ മെമ്പറെ, താങ്കളോട് ഇത്ര ശത്രുത ആർക്കാണ്? സാറിന് എന്തോ താങ്കളോട് പറയാനുണ്ട്. ആ മെമ്പർ സാറേ, എനിക്ക് നടക്കാനൊന്നും പറ്റില്ല അല്ലേ? കഷ്ടം. പിന്നെ ഞാൻ വന്നത് സാറിനെ ഒന്ന് കാണാനും. നമ്മുടെ കോറിയുടെ പരാതി കയറി നാളെയാണ്. പരാതി പറയാൻ സാറിന് വരാൻ പറ്റില്ലല്ലോ എന്ന ഒറ്റ വിഷമം മാത്രമേ എനിക്കുള്ളൂ. സാറിനെ ആരും ഇങ്ങനെ കിടത്തിയത് കൊണ്ട് സാറിന്റെ കൂടെ വെറുതെ പേടിയോ. അവരുടെ പേടി മാറ്റാൻ പ്രസിഡന്റ് അവരെ കാണേണ്ട രീതി കണ്ടപ്പോൾ അവരും ഹാപ്പി. ഞാൻ അന്നേ മെമ്പറോട് പറഞ്ഞതാ, ഇത് കോടികളുടെ കച്ചവടമാണ്, തടസ്സം നിൽക്കരുത് എന്ന്. ഇനി മെമ്പർക്ക് ഇവിടെ കിടന്ന് പൊന്നും കഷ്ടങ്ങൾ പൊട്ടി ഇത്രയ്ക്ക് ശുദ്ധം കെട്ട് കിടന്നുറങ്ങാം. ഇവിടെ ഞങ്ങൾ വരട്ടെ. മെമ്പറെ, ഇനി മെമ്പർ എന്നുള്ള വിളിക്ക് ഞാൻ അർഹനല്ല. ഞാൻ എൻ്റെ 30 വർഷത്തെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് ഞാൻ ഇറങ്ങിയിടുകയാണ്. ഞാൻ എൻ്റെ മെമ്പർ സ്ഥാനം രാജിവെച്ചു. ഞാൻ എൻ്റെ നാട്ടിനെയും നാട്ടുകാരെയും ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ അവരെന്നെ ചതിച്ചതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഈ നാടിനെ നശിപ്പിക്കാൻ വരുന്നവരോടൊപ്പം അവരും കൂടി. അതുകൊണ്ട് അവർ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയായി ഇരിക്കാൻ ഞാൻ യോഗ്യനല്ല. കോട്ടയുള്ളൂ, ഒരുപാട് നേരം നിൽക്കാനുണ്ട്.
പ്രകൃതിയും ഒരു ജീവനാണെന്ന് ചിന്തിക്കാതെ ചൂഷണം നടത്തിയും വേദനിപ്പിച്ചും മുറിവേൽപ്പിച്ചും മനുഷ്യാത്മാക്കൾ അവളിൽ നിറഞ്ഞാടിക്കൊണ്ടിരുന്നപ്പോൾ സഹികെട്ട് അവൾ അവളിൽ തന്നെ രക്ഷ തേടി കലിയടങ്ങാ താണ്ഡവമാടി. ആ രക്ഷതടലിൽ ഒന്നുമറിയാത്ത അനേകം പേരുടെ ജീവനും പൊലിഞ്ഞുപോയി. അവൾ നിറഞ്ഞാടുകയാണ് ആ താണ്ഡവം, നിലയ്ക്കാതെ നിർത്താതെ. ഹേ മനുഷ്യാത്മാക്കളെ, നിങ്ങൾ ഒന്നോർക്കുക, ഈ പരിതസ്ഥിതി എപ്പോഴത്തെയും പോലെ കടമ്പ കടന്ന ഒരു ഓർമ്മ ചിത്രം മാത്രം ആക്കി മാറ്റാതെ മറിച്ച് എന്നേക്കുമുള്ള ഒരു താക്കീതായി മാറ്റിക്കൂടെ?